ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എക്സാമിനുള്ള പ്രിപ്പറേഷനിലേക്ക് ആണെന്ന് അറിയാം കേട്ടോ. നന്നായിട്ട് നടക്കട്ടെ, ഉഷാറായിട്ട് പോട്ടെ. ഇതവണ എന്തായാലും നമുക്ക് ക്രാക്ക് ചെയ്യണം. അധികം സമയമൊന്നുമില്ല ഇനി നമുക്ക് മുമ്പിൽ. അപ്പോൾ മാക്സിമം ടൈം നിങ്ങൾ പഠിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞ് എല്ലാ ആക്ടിവിറ്റീസും മാറ്റി വെച്ചിട്ടൊന്നും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. എല്ലാ ആക്ടിവിറ്റീസും ആസ്വദിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിക്കാനിരിക്കുന്ന സമയം നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവണം കേട്ടോ. അപ്പൊ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 പ്രോബ്ലംസ് ചെയ്യിപ്പിക്കാം. ഏത് ഏരിയയിലെ പ്രോബ്ലം ആണ് സാറേ? നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 2, അതായത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിലെ മൊഡ്യൂൾ നമ്പർ 2 പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓപ്പറേഷൻസ് പ്ലാനിങ്, അതിലെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അതിലെ ട്രെൻഡ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് അറിയാമോ? അറിയാം അല്ലെ? ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, എല്ലാം ഞങ്ങൾക്ക് അറിയാം സാറേ. ഇനി ഞങ്ങൾ എന്തിനായി ക്ലാസ് കാണുന്നത്? ഞങ്ങൾ സ്റ്റഡി മെറ്റീരിയലിലെ എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്തതാണ്. ഒരു 3-4-5 പ്രോബ്ലം ഉണ്ട്, അതെല്ലാം വർക്കൗട്ട് ചെയ്തതാണ്. അത്രയൊക്കെ ചോദിക്കുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അല്ല, കാര്യമുണ്ട്. നിങ്ങൾ ഈ ഒരു കോൺഫിഡൻസിൽ എക്സാമിന് പോകുന്നു. പക്ഷെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയാണോ? സൈക്കോ മോഡാണ് അല്ലേ? അപ്പൊ നമ്മളെ കുഴപ്പിക്കാനായിട്ട് ചില സംഗതികൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒപ്പിക്കും. അത് നമ്മൾ ക്രാക്ക് ചെയ്താലേ നമ്മൾ ഗ്രൂപ്പ് ക്വാളിഫൈ ആവുള്ളൂ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിന് പാസ് ആവുകയുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ കുട്ടികളെ കുഴപ്പിച്ച, നല്ല രീതിയിൽ ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും പഠിച്ചിട്ട് പോയ കുട്ടികളെ കുഴപ്പിച്ച ഒരു ചോദ്യമാണ് ഡിസംബർ 2022 ചോദിച്ച 2016 സിലബസിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ എല്ലാ പ്രോബ്ലത്തിലും ഇയേഴ്സ് കൊടുത്തിരിക്കുന്ന കണ്ടിന്യൂസ് ആണ്. അതായത് 2013, 14, 15, 16, 17, 18 എന്നൊക്കെ പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് മിക്ക പ്രോബ്ലവും. എന്നാൽ ഈ ക്വസ്റ്റൻ ഒന്ന് നോക്കിയാൽ നിങ്ങൾ, ദ പ്രൊഡക്ഷൻസ് ഇൻ 1000 ടൺസ് ഓഫ് എ ഫെർട്ടിലൈസർ ഫാക്ടറി ഓഫ് റോമി ലിമിറ്റഡ് ഫോർ ദ ഇയർ 2013 through 2022 ആർ ഗിവൺ ബിലോ. 2013 മുതൽ 2022 വരെയുള്ള ഡാറ്റ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇയേഴ്സ് ഒന്ന് നോക്കി. 2013, 2014 ഇല്ല, ദെൻ 2015 ആണ്, 2016, 17, 18, 2019 ഇതവർക്ക് എഡിറ്റിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. 2019 ആണ്. സോ 2019 ഉണ്ട്, ദെൻ 2022, 20 ഇല്ല, 21 ഇല്ല, പിന്നെ കിടക്കുന്ന എത്രയാ? 2022. അയ്യോ, പെട്ടു. എന്ത് ചെയ്യും? ഇവിടെ പോയി. ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റുഡൻസും ഇവിടെ തകർന്നു പോയിട്ടുണ്ടാവും. നമ്മൾ തകരാൻ പാടില്ല. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തകരാൻ പാടില്ല. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യും? നിങ്ങൾ ആദ്യം തന്നെ നോക്കിക്കോണം, എക്സാക്ട് ആയിട്ട് ഒരു മിഡിൽ ഇയർ ഉണ്ടോ എന്നുള്ളത്. ഓർഡർ ഒക്കെ പൊക്കോട്ടെ, എക്സാക്ട് ആയിട്ട് ഒരു മിഡിൽ ഇയർ ഉണ്ടോ എന്ന് നോക്കുക. 2017 നമുക്കുണ്ട്. അവിടെ ഇങ്ങോട്ടേക്കും 3 ഇയേഴ്സ് ഉണ്ട്, മുമ്പോട്ടേക്കും 3 ഇയേഴ്സ് ഉണ്ട്. സോ എക്സാക്ട് ആയിട്ട് ഒരു മിഡിൽ ഇയർ ഉണ്ട് 2017. നമുക്ക് ചെയ്യാം. നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, ചെയ്താലോ? എല്ലാവരും എന്നോടൊപ്പം ചെയ്തു വരണം. ബുക്കൊക്കെ എടുത്തു വെച്ചോ കേട്ടോ. ബുക്കൊക്കെ എടുത്തു വെച്ചോ. ബുക്കും പേനയും പെൻസിലും കാൽക്കുലേറ്ററും ഒക്കെ എടുത്തു കയ്യിൽ വെച്ചോ. നമ്മൾ ചെയ്യാൻ പോവാം. ഓക്കെ, ഞാൻ എന്നാൽ ഇങ്ങോട്ടേക്ക് ആ ഇയേഴ്സുകളൊന്ന് എഴുതുകയാണ് കേട്ടോ. 2013, 2015, 2016, 2017, 2018, 2019, 2022 അല്ലെ? ഇത്ര ഇയേഴ്സ് തന്നിട്ടുണ്ട്. എക്സ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലെ? എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇയർ മൈനസ് മിഡിൽ ഇയർ അല്ലെ? മിഡിൽ ഇയർ. നമുക്ക് കൃത്യമായ ഒരു മിഡിൽ ഇയർ ഉണ്ടല്ലോ ഇവിടെ, 2017. സോ 2013 എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 2013 മൈനസ് 2017 എത്ര വരും? -4 അല്ലെ? 2015 മൈനസ് 2017 എത്ര വരും? -2. 2016 മൈനസ് 2017 -1. 2017 minus 2017 0. 2018 minus 2017 എത്ര വരും? 1.
2019 മൈനസ് 2017 എത്ര വരും? 2. 2022 മൈനസ് 2017 എത്ര വരും? 5. ഈ രീതിയിൽ എക്സ് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. സിഗ്മ എക്സ് ഒന്ന് കണ്ടുവച്ചേരെ. സിഗ്മ എക്സ് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. കാരണം എന്താ? റീസൺ എന്താ? ഡയറക്റ്റ് മെത്തേഡ് ആണോ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണോ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ സിഗ്മ എക്സ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് നോക്കാം. 5 2 7 1 8. 8 1 പോയാൽ 7. 7 2 പോയാൽ 5. 5 4 പോയാൽ 1. ഇതാ കണ്ടോ, സിഗ്മ എക്സ് 1 വന്നിരിക്കുന്നു. സിഗ്മ എക്സ് 1 വന്നു കഴിഞ്ഞാൽ 0യിലും കൂടുതൽ അല്ലെങ്കിൽ 0യിലും താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയാലോ അതൊക്കെ. ഓക്കെ, ഇനി വൈ എഴുതിക്കോ. വൈ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. പ്രൊഡക്ഷൻ 70, 75, then 90, 98, 85, 91, 100. സിഗ്മ വൈ കണ്ടുപിടിക്കണേ. സിഗ്മ വൈ കണ്ടുപിടിച്ചോളൂ. സിഗ്മ വൈ എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 609 ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയേ. 609. 609 കിട്ടിയല്ലോ. ഓക്കെ, എക്സ് സ്ക്വയർ. എക്സിന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1, 0, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 5ന്റെ സ്ക്വയർ 25. സോ സിഗ്മ എക്സ് സ്ക്വയർ നമുക്ക് ആവശ്യമായിട്ട് വരും ഇക്വേഷനിലേക്ക് ഇടാൻ. സിഗ്മ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ച് എത്ര വരുമെന്ന് 51 ആണോ നോക്കണേ. 51 ചെക്ക് ചെയ്യണേ. 51 കിട്ടിയോ? then xy എക്സും വൈ കൂടി ഇൻഡു ചെയ്യുക. 70 ഇൻറ്റു -4, മൈനസ് ഒക്കെ അവിടെ കൺസിഡർ ചെയ്യണം. -280 വരും. 75 ഇൻറ്റു -2 എത്ര വരും? -150. 90 ഇൻറ്റു 1, 90 ഇൻറ്റു -1 -90. 98 ഇൻറ്റു 0 0 വരും. 98 ഇൻറ്റു 0 0 വരും. 85 ഇൻറ്റു 1 85. 91 ഇൻറ്റു 2 182. then 100 ഇൻറ്റു 5 500. അല്ല, ശരിയല്ല. സിഗ്മ എക്സ് വൈ കാണണം. സിഗ്മ എക്സ് വൈ എത്ര വരും നോക്കി. സിഗ്മ എക്സ് വൈ 500 പ്ലസ് 182 പ്ലസ് 85 -90 -150 -280 എത്ര വരും? 247. 247. ഒരു മരണത്തിന്റെ വണ്ടി പോകുന്നുണ്ട്. അങ്ങ് പോട്ടെ. ഞാനിപ്പോ വീട്ടിലാ ഉള്ളത്. അപ്പോ വീടിന്റെ ഫ്രണ്ടിൽ റോഡാണ്. അപ്പൊ വണ്ടിയുടെയൊക്കെ സൗണ്ടുകൾ അവിടെ ഇവിടെയൊക്കെ കേട്ടെന്ന് വരും. ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഡയറക്റ്റ് മെത്തേഡിൽ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എഴുതുക അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. സിഗ്മ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു NA പ്ലസ് ബി സിഗ്മ എക്സ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? സിഗ്മ എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു A സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടു. ഇനി എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 2 ആയിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻസിലേക്ക് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കണം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കണം അല്ലെ. ഇട്ട് കൊടുക്കാം. സിഗ്മ വൈ എത്രയാ? 609 അല്ലെ. N ഇവിടെ എത്രയാ? N നമ്പർ ഓഫ് ഇയേഴ്സ് 7 അല്ലേ. നോക്കിയേ, 2013 15 16 17 18 19 22. ഓക്കെ, 7 വർഷങ്ങളുണ്ട്. സോ 7A പ്ലസ് ബി നമ്മുടെ കയ്യിലില്ല, കണ്ടുപിടിക്കേണ്ടതാണ്. സിഗ്മ എക്സ് ഉണ്ട് 1, സോ 1B. ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ് ഇട്ടു. സെക്കൻഡ് ഇക്വേഷനിലേക്ക് വരുമ്പോൾ സിഗ്മ എക്സ് വൈ എത്രയാ? 247 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു A സിഗ്മ എക്സ്. സിഗ്മ എക്സ് നമ്മുടെ കയ്യിലുണ്ട്, സോ 1A പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ട്, 51B വരും. എഴുതിട്ടോ? എല്ലാവരും എഴുതി വന്ന് എന്റെ കൂടെ ഒപ്പം ചെയ്തു കേട്ടോ.
ഇക്വേഷൻസിലേക്ക് വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി എന്താണ് ചെയ്യേണ്ടത്? പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. ഇനി പഠിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് അവൈലബിൾ ആണ് കേട്ടോ. സ്റ്റഡി മെറ്റീരിയൽ എല്ലാ പ്രോബ്ലംസും ചെയ്യിപ്പിക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ എങ്ങാനും വേണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ് അല്ലെ. പക്ഷേ ഇതിങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നടപടിയാവുമോ? ഏതെങ്കിലും വാല്യൂ സീറോ ആയി പോയാലേ നമുക്ക് ബി യുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞ 609 നിന്ന് 247 കുറച്ച് കഴിഞ്ഞാൽ സീറോ ആവുമോ? 7A നിന്ന് 1A കുറച്ച് കഴിഞ്ഞാൽ സീറോ ആവുമോ? 51Bയിൽ നിന്ന് 1B കുറച്ച് കഴിഞ്ഞാൽ സീറോ ആവുമോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ ഇക്വേഷനെ ഒന്ന് 7 കൊണ്ട് ഇൻഡു ചെയ്യാം. അപ്പൊ എന്ത് വ്യത്യാസം വരുന്നത് നോക്കാലോ നമുക്ക്. 247 ഇൻറ്റു 7 എത്ര വരും? 1729. ഓക്കെ. 1A ഇൻറ്റു 7 7A. 51B ഇൻറ്റു 7 എത്ര വരും? 357B. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനെ അതേപടി തന്നെ എഴുതുക. അവനെ 7 കൊണ്ടൊന്നും ഇൻഡു ചെയ്തേക്കരുതേ. 7 ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഗതി എന്നുള്ളത്. ഞാൻ ഇത് എഴുതിയപ്പോ കേട്ടോ. 7A പ്ലസ് 1B. ഓക്കെ, ഇനി സബ്ട്രാക്ട് ചെയ്യരുതോ? 1729 നിന്ന് 609 പോയാൽ എത്ര വരും? 1120. ദാറ്റ് ഈസ് ഈക്വൽ ടു 7A. ദാണ്ട കണ്ടോ, 7Aയിൽ നിന്ന് 7A പോയി കഴിഞ്ഞാൽ 0. 357Bയിൽ നിന്ന് 1B പോയി കഴിഞ്ഞാൽ 356B. ഇനി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ പാട്? 1120 ഡിവൈഡ് ബൈ 356 ചെയ്താൽ പോരെ? എത്ര വരും? ചെയ്തേ. 3.14 ആണോ നോക്കിയേ ബിയുടെ വാല്യൂ. 3.14. ബിയുടെ വാല്യൂ കിട്ടി. അടിപൊളി. ചെയ്തു വാ, എന്നോടൊപ്പം ചെയ്തു വാ ഗൈസ്. ഇനി എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ബിയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അതായത് 609 is equal to 7A plus 1 into ബിയുടെ വാല്യൂ 3.14. സോൾവ് ചെയ്തേ. 7A plus 1 into 3.14 എത്ര വരും? ചെയ്തേ. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിലും ചെയ്തേ. കാൽക്കുലേറ്റർ എടുത്ത് ഇപ്പൊ വരും. കാൽക്കുലേറ്റർ ഇപ്പൊ വരും. ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് എണ്ണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പോകും. ഓക്കെ, 1 into 3.14 അല്ലേ? എത്ര വരും? 1 ശരിയാണല്ലോ. എന്റെ ആവശ്യമില്ലായിരുന്നു, കാൽക്കുലേഷന്റെ ആവശ്യമില്ലായിരുന്നു. 3.14 തന്നെ. 609 മൈനസ് 3.14. ഈ പ്ലസ് 3.14 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് 3.14 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7A. 609 നിന്ന് 3.14 ചെയ്യുമ്പോൾ 605.86 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7A. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 605.86 ഡിവൈഡ് ബൈ 7 അല്ലേ? 86.55 സംതിങ് വരും. ശരിയല്ലേ? 86.55 സംതിങ് വരും. ഓക്കെ, എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയില്ല നമുക്ക്. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയില്ലോ? എല്ലാവർക്കും കിട്ടിയില്ലേ? ചെയ്തല്ലോ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റിലേക്ക് ഒന്ന് പോകാം. എന്താണ് ഇവിടുത്തെ റിക്വയർമെന്റ് എന്നുള്ളത് നോക്കാം. ഓടി വന്നേ. ഫസ്റ്റ് വൺ, ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ബൈ ദി മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് ടാബുലേറ്റ് ദ ട്രെൻഡ് വാല്യൂസ്. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക, ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകമായിട്ട് എസ്റ്റിമേറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഫെർട്ടിലൈസർ ഇൻ ദ ഇയർ ഓഫ് 2020 ആൻഡ് 2025. 2020 പ്രൊഡക്ഷനും 2025 പ്രൊഡക്ഷനും എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു? ഫോർകാസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. എന്തായിരുന്നു റിഗ്രഷൻ ഇക്വേഷൻ?
y is equal to a plus bx അല്ലെ. സോ y 2020 നമുക്ക് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ y 2025 കണ്ടുപിടിക്കണം അല്ലെ. ഇക്വേഷനൊക്കെ എഴുതിയിട്ടോ, വൃത്തി ആയിക്കോട്ടെ. നല്ലതായിട്ട് പ്രസന്റ് ചെയ്യണം കേട്ടോ, നല്ലതായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. എ എത്രയാ? എയുടെ വാല്യൂ എത്രയായിരുന്നു? 86.55 അല്ലെ, 86.55 പ്ലസ് ബിയുടെ വാല്യൂ 3.14. എക്സ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. 2020 എക്സ് നമുക്ക് നോക്കാം. 2019 എക്സ് എത്രയാ? 2019 എക്സ് എന്ന് പറയുന്നത് 2 ആണ്. 2018 1, 19 2. ആ ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും 2020 3 ആയിരിക്കും, 2021 4 ആയിരിക്കും, 22 5 ആയിരിക്കും, 23 6 ആയിരിക്കും, 24 7 ആയിരിക്കും, 25 8 ആയിരിക്കും. ശരിയല്ലേ? ശരിയല്ലേ? നമുക്ക് വേണ്ടത് 2020 എക്സും 2025 എക്സുമാണ്. 20 3ഉം 25 8ഉം. ഓക്കെ, ഇട്ട് കൊടുത്താലോ? 3 ഇവിടെ വരുമ്പോ, താഴെ വരുമ്പോ 86.55 പ്ലസ് 3.14 8. ശരിയല്ലേ? സോൾവ് ചെയ്തേ. 86.55 പ്ലസ് 3.14 into 3 എത്ര വരും? 3.14 into 3 9.42 അല്ലെ. ആഡ് ചെയ്യുമ്പോ 95.97. 2020 പ്രൊഡക്ഷൻ 95.97. 2025 നോക്കാം. 86.55 പ്ലസ് 3.14 into 8 എത്ര വരും? 25.12. ആഡ് ചെയ്യുമ്പോ 111.6. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. സജസ്റ്റഡ് ആൻസേഴ്സ് നോക്കിക്കോളൂ, കൃത്യമാണ്. ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാക്റ്റ് ആയിട്ട് ഒരു മിഡിൽ ഇയർ കിട്ടുന്നില്ല എങ്കിൽ, ഓക്കെ, ക്വസ്റ്റിലേക്ക് വരാം. എക്സാക്റ്റ് ആയിട്ട് ഒരു മിഡിൽ ഇയർ കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ 2023 കൂടെ കിടക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് ഇവിടെ മിഡിൽ ഇയർ ഇല്ല അല്ലേ, കൃത്യമായിട്ടൊരു മിഡിൽ ഇയർ ഇല്ല. അങ്ങനെ വരുമ്പോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇയേഴ്സ് എടുക്കുക. 2015, 16, 17, 18, 19 അത്രയും ഡാറ്റ വെച്ച് എക്സ് കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴും കൃത്യമായ ഒരു മിഡിൽ ഇയർ ഉണ്ടാവും. 15, 16, 17, 18, 19 എടുക്കുമ്പോഴും കൃത്യമായ ഒരു മിഡിൽ ഇയർ ഉണ്ടാവും 2020. അപ്പൊ എക്സ് കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. സിഗ്മ എക്സ് 0 ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആൻസർ സെയിം ആയിരിക്കും, ചെറിയ പോയിന്റിന്റെ വല്ല വ്യത്യാസം വന്നാലേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒരെണ്ണം കൂടെ ചെയ്താലോ? ഒരെണ്ണം കൂടെ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഇതെനിക്ക് തോന്നുന്നു എന്നത്തെയാണെന്ന് നോക്കട്ടെ. നമ്മുടെ ജൂൺ 2023 ചോദിച്ച ചോദ്യമാണ്. 2016 സിലബസ് തന്നെ. The following table relates to the tourist arrival. ടൂറിസ്റ്റ് അറൈവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ ആണ് തന്നിരിക്കുന്നത് 2016 മുതൽ 22 വരെ. ഇവിടെ നിങ്ങൾ ഇയേഴ്സ് നോക്കി. 16, 17, 18 ഇല്ല, 19, 20 ഇല്ല, 21, 22. പക്ഷെ ഓർഡർ അല്ലെങ്കിൽ പോലും കൃത്യമായ ഒരു മിഡിൽ ഇയർ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോർമലി നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത്, ഇയർ മൈനസ് മിഡിൽ ഇയർ ഉപയോഗിച്ച് എക്സ് കണ്ടുപിടിക്കാം. ബാക്കി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാം. ചെയ്താലോ? ഇതുകൂടെ ഒന്ന് ചെയ്താലോ? ഞാൻ അതിനു മുമ്പ് അതൊന്ന് തുടച്ചോട്ടെ. നിങ്ങൾ വേണേ പോസ് ചെയ്തിട്ട് ഒന്ന് ബാക്ക്വേർഡ് അടിച്ച് പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ അങ്ങ് എഴുതിക്കോ. ഹാങ് ഉണ്ടെന്ന് തോന്നുന്നു.
ഇതോടെ ഉള്ളൂ കേട്ടോ, ഇതോടെ ചെയ്യിപ്പിക്കുള്ളേ, ഒത്തിരി ഒന്നും വേണ്ട. എല്ലാരും എന്നോടൊപ്പം ചെയ്തായിരുന്നല്ലോ അല്ലേ? ആ, ഓക്കെ, സെറ്റ്. ഞാൻ ആ ഇയേഴ്സ് എന്ന് എഴുതാം. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? ഇയേഴ്സ് 2016, 2017, 2019, 2021, then 22 അല്ലേ? എക്സ് കണ്ടുപിടിക്കണം. കൃത്യമായ ഒരു മിഡിൽ ഇയർ ഇവിടെ ഉണ്ട്, അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇയർ മൈനസ് മിഡിൽ ഇയർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ് കണ്ടുപിടിക്കാം. 2016 മൈനസ് 2019 എത്ര വരും? -3. 2017 minus 2019 minus 2. 2019 minus 2019 0. 2021 minus 2019 minus 2. 2022 minus 2019 minus 3. Minus ഇല്ലല്ലോ. 2021 minus 2019 2. 2022 minus 2019 3 വരും. ഇങ്ങനെ വരും. സിഗ്മ എക്സ് ഒന്ന് കണ്ടുപിടിച്ചേരെ. ഡയറക്റ്റ് മെത്തേഡ് ആണോ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണോ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. 3 2 5. 5 നിന്ന് 2 പോയാൽ 3. 3 നിന്ന് 3 പോയാൽ 0. എക്സ് 0 ആണ്. സിഗ്മ എക്സ് 0 ആണ്. സോ ഡയറക്റ്റ് മെത്തേഡ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. വൈ തന്നിട്ടില്ലേ? അറൈവൽസ് തന്നിട്ടില്ലേ? 36, 40, 50, 56, 60. സിഗ്മ വൈ ടോട്ടൽ ചെയ്യണേ. എത്രയാണെന്ന് നോക്കണം. 242 ആണോ എന്ന് ചെക്ക് ചെയ്തേ. 242 ചെക്ക് ചെയ്യണേ. എക്സ് സ്ക്വയർ കാണണം. 3ന്റെ സ്ക്വയർ 9, 2 സ്ക്വയർ 4, 0, 4, 9. ദെൻ സിഗ്മ എക്സ് സ്ക്വയർ കാണുക. സിഗ്മ എക്സ് സ്ക്വയർ 26 ആണോ ചെക്ക് ചെയ്യണേ. 26 ചെയ്തു വാ. ഓക്കെ. ദെൻ എക്സ് വൈ, എക്സും വൈയോട് ഇൻഡു ചെയ്യുക. 36 ഇൻറ്റു -3 -108. 40 ഇൻറ്റു -2 -80. 0. 56 ഇൻറ്റു 2 112. 60 ഇൻറ്റു 3 180 അല്ലേ? സിഗ്മ എക്സ് വൈ എത്ര വരും? 104. ടേബിൾ കംപ്ലീറ്റ് ചെയ്തോ? ടേബിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. റിഗ്രഷൻ ഇക്വേഷൻ എഴുതുക. y is equal to a plus bx അല്ലേ? y is equal to a plus bx. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഡയറക്റ്റ് മെത്തേഡിലാണ്. ഡയറക്റ്റ് മെത്തേഡിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് സിഗ്മ വൈ ബൈ എൻ അല്ലേ? സിഗ്മ വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എത്രയാ? 242 ഡിവൈഡ് ബൈ ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയുണ്ട്? 16, 17, 19, 21, 22. 3 സോറി 5 അല്ലേ? 242 ഡിവൈഡ് ബൈ 5 എത്ര വരും?
48.4 കിട്ടിയോ? എയുടെ വാല്യൂ. ബിയുടെ വാല്യൂ സിഗ്മ എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ അല്ലെ. സിഗ്മ എക്സ് വൈ എത്രയാ? 104 ഡിവൈഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ എത്രയാ? 26. 104 ഡിവൈഡ് ബൈ 26 4 വരും. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റിലേക്ക് വരാം. നമുക്ക് ഓടി വന്നേ. ഫിറ്റ് എ സ്ട്രേറ്റ് ലൈൻ ട്രെൻഡ് ബൈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഒന്നുമില്ല, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു, നമ്മൾ കണ്ടുപിടിച്ചു. അതോടൊപ്പം എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഇൻ ദ ഇയർ 2018 ആൻഡ് ദാറ്റ് വുഡ് അറൈവ് ഇൻ ദ ഇയർ 2026. 2018ലും 2026ലും അറൈവ് ചെയ്തേക്കാവുന്ന ടൂറിസ്റ്റുകൾ ഫോർകാസ്റ്റ് ചെയ്ത് പറയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 2018ഉം 2016. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് വരാം. 2018ലെ എക്സ് നമുക്കറിയണം. അതുപോലെ തന്നെ 2020 എത്രയായിരുന്നു? 2026 അല്ലെ. 2026ലേതും എക്സ് നമുക്കറിയണം. 2021ല് 2 ആണ്, 22ല് 3 ആണ്. സോ 23ല് എത്രയായിരിക്കും? 4. 2024ല് 5, 2025ല് 6, 2026ല് 7. സോ 2026ലെ എക്സ് കിട്ടി 7. 2018ലെ വേണം. 2016ല് 3, 2017ല് 2, 2016ല് 3, 17ല് 2, -3 -2. സോ 2019ല് 0 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് വരുന്നതാണ് 2018 അല്ലെ. അപ്പൊ എത്രയായിരിക്കും? -1. ശരിയല്ലേ? അതുപോലെ ഇവിടെ 2020ലെ എത്രയായിരിക്കും? 1. ശരിയല്ലേ? ഓക്കെ, അപ്പോ -1 ആണ് എക്സ്. പ്രശ്നമുണ്ടോടാ? ട്രെൻഡ് നോക്കിയാൽ മതി. 2016ല് -3, 17ല് -2, അങ്ങനെയാണെങ്കിൽ 18ല് -1. ട്രെൻഡ് അതല്ലേ? ഓക്കെ, ഇപ്പോൾ 18ലേതും കിട്ടി, 26ലേതും കിട്ടി. നമുക്കത് നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് 2018ലേത് അല്ലെ. എയുടെ വാല്യൂ 48.4 പ്ലസ് ബിയുടെ വാല്യൂ 4 ഇൻറ്റു 2018ലെ എക്സ് എത്രയാ? -1. 48.4 പ്ലസ് 4 ഇൻറ്റു -1 എത്ര വരും? 4 ഇൻറ്റു -1 -4 വരും. -4 അങ്ങനെ വരുമ്പോൾ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം അല്ലെ. സോ 44.4 വരും. ചെക്ക് ചെയ്യണേ. ഇനി നമുക്ക് വേണ്ടത് y 2026 48.4 പ്ലസ് 4 ഇൻറ്റു 2026ലെ എക്സ് എത്രയായിരുന്നു? 7 അല്ലെ. അപ്പോ 48.4 പ്ലസ് 7 28 എത്ര വരും? ആഡ് ചെയ്യുമ്പോൾ 76.4. കൃത്യമാണ് ആൻസർ, കൃത്യമാണ്, കൃത്യം. സജസ്റ്റഡ് ആൻസേഴ്സ് നിങ്ങൾ നോക്കിക്കോളൂ. ഇല്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ എടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പ്രോബ്ലംസും നമ്മളിനിയും ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക്, സാഗറിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടും. വെയിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. വീണ്ടും കാണാം.